ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഇത് ഈസ്റ്റിലാണ്. ഈസ്റ്റിൽ ഇതൊന്ന് ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തോ ശശിയേട്ടാ? ഇത് ചുങ്കം ജംഗ്ഷനിൽ MLA റോഡ് ഉണ്ട്, പ്രദീപ്കുമാറിന്റെ വീട്. MLA പ്രദീപ്കുമാർ അയാൾ വീട്ടിൽ കോഴിക്കോട് ഈസ്റ്റിൽ ചുങ്കം ജംഗ്ഷനിൽ MLA റോഡ് ഉണ്ട്, MLA പ്രദീപ്കുമാർ അയാളെ വീട്ടിന്റെ അടുത്തായിട്ട് വരും. ദ്വീപ് ജംഗ്ഷൻ എന്ന് പറയും. ദ്വീപ് ജംഗ്ഷൻ. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് ശശിയേട്ടൻ. ഞാൻ എന്താണ് ഇവിടെ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ശശിയേട്ടൻ ഈ പ്രാവുകളെ വളർത്തുക, ഈ പ്രാവിനെ പിന്നെ പരിശീലിപ്പിച്ചിട്ട് ടൂർണമെൻറ്റിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് അവാർഡുകൾ, ഇഷ്ടംപോലെ അവാർഡും ട്രോഫിയും വാങ്ങിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് അറിയുന്ന ശശിയേട്ടനെ പറ്റിയിട്ട്. ഞങ്ങൾ വെറുതെ ഒരു ഹോസ്പിറ്റലിൽ പരിചയപ്പെട്ടാണ്. വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശശിയേട്ടൻ്റെ മൊബൈൽ കൊണ്ട് തുറന്നപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ട്രോഫികളും 100 കണക്കിന് സർട്ടിഫിക്കറ്റും ഉണ്ട്. പല സ്ഥലത്തും നിങ്ങൾ പോയിട്ടില്ലേ? എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ഒരുവിധം എല്ലാ സ്റ്റേറ്റിലും പോയിട്ടില്ല ഈ മത്സരത്തിന്. പ്രാവിനെ പറത്തുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ. ഇപ്പോൾ തമിഴ്നാട് മത്സരത്തിൽ 16 മണിക്കൂറും 27 മിനിറ്റും പറഞ്ഞ് പ്രൈസ് വാങ്ങി, ഒരു ട്രോഫി വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്രോഫികളൊക്കെ പോയി കാണാം. പിന്നെ ഇവിടെയൊക്കെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് നിങ്ങൾ? ഞാൻ തുടങ്ങിയിട്ട് ഒരു 40 കൊല്ലത്തിന് മുകളിലായി. 40 കൊല്ലമായിട്ട് ഇതൊരു തപസ്യായിട്ട് എടുത്താണ്. ഒരു ആഗ്രഹമാണ്. പ്രാവ് പറത്തിയിട്ട് എൻ്റെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം 16 മണിക്കൂർ ടൂർണമെന്റ് പറപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അത് കഴിഞ്ഞു. അത് 2 കൊല്ലം മുമ്പേ ഞാൻ ആഗ്രഹിച്ച ടൈമാണത്. ആ ടൈം ഞാൻ 16 മണിക്കൂർ 27 മിനിറ്റും പറഞ്ഞ് തൃപ്തനായിട്ട് നിൽക്കണം. ജീവിതത്തിൽ ആഗ്രഹം ബേണിംഗ് ഡിസയർ അത് ആഗ്രഹം നിറവേറി. ഇനി എൻ്റെ വീട്ടിലേക്ക് പ്രാവൊക്കെ സെറ്റ് ചെയ്ത് ഇനി വീട്ടിലാണ് പറത്താനുള്ള ഈ രംഗത്തേക്ക് പുതിയ തലമുറ കാര്യം വരുന്നുണ്ടോ? ഇല്ല, എൻ്റെ തലമുറയിൽ ആരുമില്ല. അല്ല, പുതിയ വേറെ ഏതെങ്കിലും തലമുറ? എല്ലാം ഇഷ്ടമായി. അവർക്ക് ഞങ്ങൾ ഇതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ആര് എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും. വരാറുണ്ടല്ലേ? വരാറുണ്ട്, ചോദിക്കാറുണ്ട്, മരുന്നുകൾ ചോദിക്കാറുണ്ട്, അതും പറഞ്ഞു കൊടുക്കും. എന്നാൽ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും എല്ലാവർക്കും ചെയ്തു. അപ്പോൾ ഇത് നിങ്ങളിവിടെ ഒരുപാട് പ്രാവുകൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിൽപ്പെടുന്ന, ഏതൊക്കെ ഇനത്തിൽപ്പെടുന്ന പ്രാവുകളാണ് നിങ്ങളിവിടെ പോറ്റുന്നത് ഈ ഇതിന് വേണ്ടിയിട്ട്, ടൂർണമെന്റിന് വേണ്ടി? ഏറ്റവും കൂടുതൽ വൈറ്റ് അല്ലേ? ജാക്ക് പുള്ളി. അതേതാണ്? ഇത് നമ്മളെ ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ വിദേശിയാണോ? അല്ല, ഇന്ത്യൻ തന്നെയല്ലേ? അത് ശരി. പിന്നെ ഇതിനെ പറ്റിയുള്ള പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ട്രെയിനിങ് ആണ് മെയിൻ ആയിട്ട്. നമ്മള് പ്രാവിന് ട്രെയിനിങ് അങ്ങനെ കൊടുക്കണ്. നല്ല വെറൈറ്റി പ്രാവാകുമ്പോൾ ആ പ്രാവിന്റെ കുട്ടികളെ എടുത്തിട്ട് നമ്മൾ പറത്താം. ആ പറത്തുന്നതിന്റെ ട്രെയിനിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൂടുകളിലും, പറക്കണ കൂടുകളിൽ തന്നെയാണ് എല്ലാ സീസണിലും പ്രാവ് പറന്നുകൊണ്ടിരിക്കുക. അതെന്ന് വെച്ചാൽ അതിന്റെ തിയറി കറക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ആ പ്രാവിനെ ട്രെയിനിങ് അങ്ങനെ കൊടുക്കണ്. ആ ട്രെയിനിങ് പ്രകാരമായിരിക്കും പ്രാവിൻ്റെ പറവ. ഇതിൻ്റെ ഭക്ഷണ രീതി പറഞ്ഞാൽ ഫുഡ് ഭയങ്കര ഫുഡാണ്. പിന്നെ മുത്താറി, പിന്നെ ബാജ്ര, ചോളം, കടല, പിന്നെ നിലക്കടല, കറിക്കടല, ബദാം, മുന്തിരി, അണ്ടിപ്പരിപ്പ്, മീനെണ്ണ ഗുളിക, ഈ പറഞ്ഞ ഈ സാധനങ്ങൾ, ഇപ്പം പറഞ്ഞ ഈ ഭക്ഷണ രീതി ഉണ്ടല്ലോ, ഈ ഒലിക്ക് കൊടുക്കുന്ന, ഇത് നിങ്ങൾ കഴിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ കഴിക്കാറില്ല. മക്കളെ പോലെയാണ് നോക്കിയത്. അത് പച്ചപ്പട്ടാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പച്ചക്കറി പീടികയിൽ കവറിലാക്കി വെക്കുന്നു. പച്ചപ്പട്ടാണിയാണ് ഒറിജിനൽ പച്ചപ്പട്ടാണി, മുളച്ചത്. അതാണ് ഞാൻ കൊടുക്കാറ്. എല്ലാവരും പച്ചപ്പട്ടാണി കൊടുക്കാൻ നല്ല വിലപിടിപ്പുള്ള അതാണ് പറത്തുന്ന. നൈറ്റിൽ പറക്കുന്ന പ്രാവൻ അധികം കൊടുക്കരുത്. നിലക്കടലയും പച്ചക്കടലയും ബദാം, മീനെണ്ണ ഗുളിക. പിന്നെ അറിയാൻ ആഗ്രഹമുള്ള വേറൊരു കാര്യമുണ്ട്, ഒരു പ്രാവ് എത്ര കാലം ജീവിച്ചിരിക്കും? അതൊരു ഇപ്പം എൻ്റെ അടുത്ത് 22 വയസ്സ് വരെ ഉണ്ട് പ്രാവ് എൻ്റെ ഓൾറെഡി ഉണ്ട്. ആ പ്രാവിനെ നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ ഇരിക്കും. അതിന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ അതിൻ്റെ മീനെണ്ണ ഗുളിക, കടല, ചിലപ്പോൾ അതിന് ഹെൽത്ത് കുറയുമ്പോൾ അതിന് കൊത്തി തിന്നാനുള്ള പ്രയാസം ഉണ്ടാവും വയസ്സ് കൂടുന്നു. അപ്പം നമ്മൾ അതിന് വായിലിട്ട് കൊടുക്കും. ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യാറുണ്ട്. അതായത് നിങ്ങളിവിടെ വളർത്തുന്ന ഈ പ്രാവ് ഏതെങ്കിലും ചത്തുപോയിട്ടുണ്ടോ, മരണപ്പെട്ടിട്ടുണ്ടോ? മരണപ്പെടാൻ ചിലത് പെട്ടെന്ന് അറ്റാക്ക് വരും. ശരി. മനുഷ്യന് വരുന്ന തന്നെ അറ്റാക്ക് വരും. പിന്നെ തലകറക്കം വരും. പിന്നെ ഈ നെഞ്ച് ഒട്ടിക്കൊണ്ട് ഒരു അസുഖം വരാണ്ട്, അങ്ങനെ പല അസുഖങ്ങളും വരാണ്ട്. അതിനൊക്കെ മരുന്ന് ഞങ്ങൾ ഓൾറെഡി നമ്മൾ തന്നെ ഉണ്ടാക്കണം, കൊടുക്കും. ശരി. പിന്നെ അടുത്ത മത്സരം എവിടെയാണ്? അടുത്ത മത്സരം കോഴിക്കോട്. ഇവിടെയാണ് ഞാൻ വീട്ടിലാണ് പറത്തുന്നത്. വീട്ടിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് വെക്കുന്നത്.
പ്രാവ് സ്റ്റഡിയിൽ നിന്നാലോ ടൂർണമെന്റിൽ ചേരുള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ അസോസിയേഷൻ ഒക്കെ ഇല്ലേ? ഓ, അതിലൊക്കെ എല്ലാ അസോസിയേഷനും ഉണ്ട്, കുറെ അസോസിയേഷൻ ഉണ്ട്. ഓക്കെ. അത് അൺലിമിറ്റഡിലേക്ക് 13 മണിക്കൂറിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രൈസ് ഉണ്ടാവും. ഓ ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ അറിയാത്തൊരു കാര്യങ്ങളാണ് ഇതൊക്കെ പ്രാവുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ഇതൊരു ലാഭം ഉള്ള ഒരു ഫീൽഡായിട്ട് കാണാൻ പറ്റും. ലാഭം ഉള്ള ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാഷനാണല്ലോ നമ്മളെ. പാഷൻ മാത്രമല്ല, നമ്മളൊരു ഹോബിയാണ്, നമ്മളെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണിത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവ് പറത്തൽ അത് ഓരോ സീസണിൽ വരുമ്പോൾ, ആ സീസൺ വരുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ പിന്നെ നിങ്ങൾ പറയല്ലോ നമ്മളെ പുതിയ തലമുറ, അവർ ഇതൊരു പ്രോഫിറ്റ് ആയിട്ടോ കാണുന്നില്ല, ഒരു പാഷൻ ആയിട്ടോ കാണുന്നത്. ചിലവരത് പ്രോഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ കൊടുക്കാറുണ്ട്, പ്രാവ് കൊടുക്കാറുണ്ട്. വലിയ വിലക്കാ കൊടുക്കരുത്, 10-20,000 ഉറുപ്പ്യക്കാണ് പേര് കൊടുക്കുക. ട്രെയിനിങ് കൊടുക്കൊന്നുമില്ല, അവർ കൊണ്ട് ട്രെയിനിങ് കൊടുക്കുക. അവർ കൊണ്ടുപോയി അതിന് ജോഡി ചേർത്തി അതിൻ്റെ കുട്ടികളെ എടുത്തിട്ട് ആ കുട്ടിയൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കൽ. ഓ ശരി. അപ്പോൾ ഏതാണ് കൊടുക്കുന്ന കുട്ടികളല്ലേ മികച്ചത്? ഇതൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, ഈ സീസണിലേക്ക് എടുത്ത കുട്ടികളോ പരിശീലനം കൊടുക്കാനുള്ള കുട്ടികളാണ്. അപ്പം നിങ്ങളെ പിന്നെ ഫാമിലീൻ്റെ സപ്പോർട്ടൊക്കെ? ഫാമിലി, എൻ്റെ വൈഫും മകളും മകനും ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ ഏറ്റവും വലിയ വിജയം അവരാണ്, എൻ്റെ വിജയം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഇതിന് സപ്പോർട്ട് ചെയ്യാതെ നമുക്കൊരു നമുക്ക് ഇതിൻ്റെ വയ്യാലെ നടക്കാൻ പറ്റില്ല. അവർ ഫുൾ സപ്പോർട്ടാണ്. വൈഫ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അവള് ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാറുമില്ല എന്നോട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പ്രാവിനെ കണ്ട് വളർന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്ഥലത്ത് പ്രാവ് വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ പോയിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഹോബി കയറി വന്നത്. പിന്നെ ചില അന്ധവിശ്വാസങ്ങൾ, ഈ പ്രാവിനെ വീട്ടിൽ വളർത്തിയത് കുറുകുമ്പം അതങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, ഈ പ്രാവ് കുറുകി കഴിഞ്ഞാൽ വീടിന് ദോഷം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിൽ ഇതുവരെ ഒരു ദോഷം ഉണ്ടായില്ല, പ്രാവിനെ കൊണ്ട് ഒരു ദോഷം ഉണ്ടായിട്ടുണ്ടല്ലേ ഇല്ല. ഞാനാണെങ്കിൽ എൻ്റെ ജോലി കഴിഞ്ഞാൽ നേരെ വന്ന് വീട്ടിൽ വന്ന് ചായ കുടിച്ച് പ്രാവിൻ്റെ അടുത്ത് വന്നു, വേറെ എവിടെയും പോകില്ല, പ്രാവയായിട്ട് നിൽക്കും. അതുകൊണ്ട് വീട്ടുകാർക്കും വളരെ സന്തോഷമാണ്. അതെ, ഞാൻ ഇങ്ങനെ ഈ പ്രാവിനെ വളർത്തുന്ന ആൾക്കാരും പിന്നെ പല ഭാഗങ്ങളിലും കാണാം ഇതിൻ്റെ ചെറിയ തട്ടുകളും കൂടുകളൊക്കെ. പിന്നെ നമ്മളെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കാണാം, പല സ്ഥലങ്ങളിലും നാട്ടുപുറത്തൊക്കെ കാണാം. പക്ഷേ ഇതിനെപ്പറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിരിക്കുന്നപ്പോൾ പുലിമടയിലാണ്. ഈ പ്രാവിനെ വളർത്തിയിട്ട് ഒരുപാട് അവാർഡും ഒരുപാട് പിന്നെ ട്രോഫികളും നേടിയ, പിന്നെ സൗത്ത് ഇന്ത്യയിൽ എവിടെ ഇന്ത്യ പോയിട്ടുണ്ടോ? സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് പോയിട്ടുണ്ടല്ലേ? സൗത്ത് ഇന്ത്യ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പ്രാവ് പറത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ആ റെക്കോർഡ് സമയങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഇതിലിപ്പം തൃപ്തനായിരിക്കുക എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരാളെ കാണുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ള വിശേഷങ്ങൾ പോകാം. കാരണം പിന്നെ ശശിയേട്ടൻ്റെ ഈ പ്രാവുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവരൊക്കെയാണ് ശശിയേട്ടനെ ഏറ്റവും മുകളിൽ എത്തിച്ചത്. ശശിയേട്ടനെ ഈ രംഗത്തേക്ക് ഉന്നതങ്ങളിൽ എത്തിച്ച ആൾക്കാരാണ് ശശിയേട്ടൻ്റെ മക്കളതൊക്കെ. ഹായ്, ഒരാൾ പിടിക്കാൻ പറ്റുമോ? ഓ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ പിടിക്കുന്നത് ഒരു പ്രാവിനെ. സുഹൃത്തുക്കളെ, ശശിയേട്ടൻ ഈ ഒരു പ്രാവിൽ മാത്രമല്ല, ശശിയേട്ടന് വേറെയും കഴിവുണ്ട്. ശശിയേട്ടൻ മെക്കാനിക് എന്ന് അറിയപ്പെടുന്നത്, അല്ലാതെ രണ്ടുപേരും അറിയപ്പെടുന്നുണ്ട്. പ്രാവ് ശശിയേട്ടൻ എന്നും മെക്കാനിക് ശശിയേട്ടൻ. കാരണം ശശിയേട്ടൻ 2 വീലർ മെക്കാനിക്കിൽ എക്സ്പെർട്ടാണ്, പുലിയാണ് അതിലും. ശശിയേട്ടൻ്റെ നമ്പർ ഒന്ന് പറയും. 9633 9633 64 64 88 83. നമ്പർ നോട്ട് ചെയ്തോളാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ശശിയേട്ടനെ വിളിക്കാം. കൂട്ടുന്ന ഇങ്ങനെ കുറേ പ്രാവുകളെടുത്ത് പുറത്തേക്കിടെയാണ് എന്നെ കാണിക്കാൻ. നമുക്ക് എന്നെയല്ല, നമുക്കെല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ നല്ല ഖിലാടികളല്ലേ? ഇവരൊക്കെ നല്ല പരിശീലനം കിട്ടിയ ആൾക്കാരാണ് അല്ലേ? ഓക്കെ. ഇതൊക്കെ ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ജാക്ക് പുള്ളി. ഒക്കെ നമ്മളെ സ്വദേശി തന്നെയാണോ? അല്ലെങ്കിൽ നമ്മളെ സ്വദേശം ഒക്കെ നാടനാണല്ലേ? നമ്മളെ ആൾക്കാരാ എല്ലാം. ഇതൊക്കെ ജാക്ക് പുള്ളി. ഇതൊക്കെ നമ്മളെ ഈ പറക്കണ ജാക്ക് പുള്ളി ഐറ്റത്തിലുള്ള പ്രാക്കൾ. അതൊക്കെ ഇവരൊക്കെ ഒരുപാട് മണിക്കൂർ പറക്കും. ഇവര് ഒരു 13.5 മണിക്കൂർ ടൈമിൽ 13.5 പറന്ന പ്രാവാണ് ഈ പ്രാവ്. അത് ശരി. ഈ ജാക്ക് പുള്ളി. അതിന്റെ കൂടെ പറന്ന പ്രാവ് ഈ പ്രാവാണ്. അപ്പൊ പറക്കുമ്പോ 2 പ്രാവ് ഒരുമിച്ച് പറക്കുക? 2 പ്രാവിനെ വിടാം.
ഓക്കെ ഈ പ്രാവാണ് അതിൻ്റെ തുണയിൽ പറഞ്ഞ പ്രാവ്. ഓക്കെ. നിങ്ങൾ പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇവിടുന്ന് പോകുന്ന പ്രാവുകളൊക്കെ നിങ്ങൾ പിന്തുടരാറുണ്ടോ, വരാറുണ്ടോ? ഇല്ല 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 ഇല്ല, ആ പ്രാവൊക്കെ വരും. ഉം, ഉം. പിന്നെ ഇവരൊക്കെ എന്താ ഈ കൂട്ടിലുള്ളത്? ഇതൊക്കെ കുട്ടികളാണ്. കുട്ടികളല്ലേ? ഇതും കുട്ടികളാണ്, ഇത് വളരെ ചെറിയ ആൾക്കാർ. ചെറിയ ആൾക്കാർ. ഇതിന് ലൈസൻസ് ഒക്കെ ഉണ്ടോ? അതൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ചേട്ടാ, അതൊക്കെ ഇവിടെ ട്രെയിനർമാരാ. ഇതൊക്കെ ട്രെയിനറൊക്കെ അല്ലേ? ഇതൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ? നമ്മൾ തന്നെ, ശാസ്ത്രീയമായ ട്രെയിനിങ്. അപ്പോൾ ശശിയേട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ മുകളിലാട്ടോ. ആദ്യം ബീച്ചിലായിരുന്നു തോന്നുന്നല്ലേ? കോഴിക്കോട് ബീച്ചിൽ. ബീച്ചിലായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി. ജാക്കുള്ളി അല്ലേ? മുട്ടിട്ടുണ്ടല്ലോ അല്ലേ? മുട്ടിട്ട് കിടക്കുക. മുട്ടിട്ട് കിടക്കുക അല്ലേ ശശിയേട്ടാ? പ്രാവ് ഇതൊക്കെ ജാക്പുള്ളിയാണ്. ജാക്പുള്ളി. ഇതൊക്കെ എൻ്റെ മെയിൻ പ്രാക്കൾ. കൂടുതലും ജാക്പുള്ളികൾ തന്നെ ഉള്ളത്. ഇതെന്താണ് ഇവിടെ വലിയ ഭക്ഷണം കഴിക്കാണോ അല്ലെങ്കിൽ മുട്ടിട്ട് കുട്ടി വിരിഞ്ഞിരിക്കുന്നത്? രണ്ട് കുട്ടികളുണ്ട്. അത് രണ്ട് കുട്ടികളല്ലേ? അത് ശരി, ഇത് രണ്ട് കുട്ടികളല്ലേ? ഓ അത് ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, ശശിയേട്ടൻ ചില്ലറക്കാരനല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. കാരണം ഇതിൻ്റെ മുന്നത്തെ സീനിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് ട്രോഫികൾ. അത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നപ്പോൾ ഇവിടെയും കുറേ ട്രോഫി ഉണ്ട്. സംഗതി ട്രോഫി വെക്കാൻ മറ്റൊരു റൂം ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. അത്രയും ട്രോഫികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സർട്ടിഫിക്കറ്റുകളാണെങ്കിലും നിറഞ്ഞിരിക്കുകയാണ്. എണ്ണിയാലെടുക്കാത്ത സർട്ടിഫിക്കറ്റുകൾ കിട്ടിക്കഴിഞ്ഞ്. എന്താണ് ശശിയേട്ടൻ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? നിങ്ങൾ ഹാർഡ് വർക്ക്, പ്രാവായിട്ടുള്ള ഹാർഡ് വർക്ക്, പിന്നെ നല്ല വെറൈറ്റി പ്രാവുണ്ട്, പാഷൻ, പിന്നെ എല്ലാ പിന്നെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും. ഓക്കെ. എന്തായാലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പ്രാവിനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാറുണ്ട്. പക്ഷേ ഇതെന്താണെന്നുള്ളത് ശരിക്കും അറിഞ്ഞു. ശരിക്കും ഞാൻ വന്ന് പെട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുലിമടയിലാണ്, ഒരു സിംഹത്തിൻ്റെ മടയിലാണ്. അതിൽ ശശിയേട്ടാ, ഞാനിവിടെ വന്നതിനും ഇത് കാണാൻ ഒരു അവസരങ്ങൾ തന്നതിലും വളരെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നില്ല നിങ്ങൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്നുള്ളത്. നിങ്ങളുടെ സഹകരണത്തിന് എല്ലാവിധ നന്ദികളും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.